എണ്ണി എണ്ണി പറഞ്ഞ ഈ ഇച്ഛാശക്തിയെ മുഴുവൻ തകർക്കുന്ന ഒരു ഇരട്ടത്താപ്പ് അതേ വ്യക്തിത്വത്തിൽ ഉണ്ട് എന്ന് ഈ കാലയളവിൽ ജനങ്ങൾക്ക് ബോധ്യമായില്ലേ? ഒന്ന്, സാറ് പറഞ്ഞ ഉദാഹരണം വിഴിഞ്ഞത്തിനെതിരായി വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് അത് നടപ്പിലാക്കാൻ പിന്നെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ കിട്ടേണ്ടത് നമ്മുടെ പെട്ടിയിലേക്ക് വീഴുമ്പോ ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നതിന് തുല്യമാണ്. അദാനിക്കെതിരെ ഒന്നാമത്തെ കേസ്. ഇപ്പൊ രണ്ടാമത്തെ കേസ് എടുത്തോളൂ. ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താ? ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ഘോരഘോരം പിണറായി കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പിണറായിക്ക് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി പിന്തുണ കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല. ഈ ഓരോ വിഷയങ്ങളും എടുത്തോളൂ. ഓരോ വിഷയങ്ങളും എടുക്കുമ്പോഴും ഇപ്പൊ ഈ പാർട്ടിയെ വിട്ട് ആൾദൈവം പോലെ പെരുമാറുന്നു എന്നായിരുന്നല്ലോ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ആക്ഷേപം. പക്ഷെ നാട്ടിൽ മുഴുവൻ ഈ തമിഴ്നാട് മോഡൽ കട്ടൗട്ടുകൾ വന്നിട്ട് ഇയാള് ഒരു മഹാരാജാവിനെ പോലെ പെരുമാറിയപ്പോ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ പുള്ളി ആസ്വദിക്കുകയും അതിലേക്ക് രമിക്കുകയൊക്കെ ചെയ്തു. കാരണം വെച്ചാല് നമുക്കൊരു സെൽഫ് ക്രിട്ടിക്കായി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യമായി ഈ ഫ്യൂഡൽ ഇപ്പൊ കാരണഭൂതൻ എന്ന് വിളിക്കുക, ആ പാട്ട് ആസ്വദിച്ചിരിക്കുക, ക്യാപ്റ്റൻ എന്ന് വിളിക്കുക, നിങ്ങൾ തന്നെയാണ് എല്ലാം എന്ന ആളുകൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരു വിയോജിക്കുന്ന ചോദ്യം ചോദിച്ചാൽ പത്രക്കാരോട് പോലും തട്ടിക്കരുക. ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് ഇച്ഛാശക്തി ഉണ്ടായാൽ പോലും ആ ഇച്ഛാശക്തിയെ തകർത്ത് കളയുന്ന ഒരു വൈരുദ്ധ്യം ആ പേഴ്സണാലിറ്റി തന്നെയുണ്ട്.